ചങ്ങായിമാരെ, ബംഗാൾ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി സംഘപരിവാർ കാണിക്കുന്ന ഒരു നാരിത്തരത്തെ കുറിച്ച് നമ്മുടെ അഷ്റഫ് രാങ്ങാട്ടൂർ പറഞ്ഞ ഒരു വീഡിയോ ആണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഇലക്ഷന്റെ സമയമാകുമ്പോൾ സംഘപരിവാർ നടത്തുന്ന പല പല ഉടായ്പകളും പല പല സ്ഫോടന പരമ്പരകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു പുതിയ ടെക്നിക്കുമായിട്ടാണ് ബംഗാൾ ഇലക്ഷൻ വിജയിക്കാൻ വേണ്ടി സംഘപരിവാർ ഇറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ ഒരു ചെറിയ ടെക്നിക്ക് സംഘപരിവാർ നമ്മളെ കേരളത്തിൽ നടത്തി നോക്കിയിരുന്നു. പക്ഷെ ഇത് കേരളമായതുകൊണ്ട് അവിടെ ആ ടെക്നിക്ക് ഉണ്ടല്ല, അതിവിടെ ഒത്തില്ല. എന്താണ് നമുക്ക് ആദ്യം തന്നെ അഷ്റഫ് ഖാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ആ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കുണ്ടല്ല സംഘപരിവാർ എന്തുടായിപ്പാണ് ബംഗാളിൽ കാണിച്ചത് കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ. നമസ്കാരം, അഷ്റഫ് രാങ്ങാട്ടൂര. വളരെ ഗൗരവമുള്ള ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാനാണ് ഇപ്പോൾ വീഡിയോയിൽ വന്നത്. പരമാവധി ചെറുപ്പക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യപ്പെടണം. കാരണം അത്രമാത്രം ഭീകരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളോട് ഞാൻ അറിയിക്കാൻ പോകുന്നത്. ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു നേതാവുണ്ടായിരുന്നു, ഹുമയൂൺ കബീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം സമീപകാലത്ത് ഒരു പ്രഖ്യാപനം നടത്തി. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ബംഗാളിലെ ബാബരി മസ്ജിദ് ഞങ്ങൾ പുനർനിർമ്മിക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുക ബംഗാളിൽ അതിന്റെ ആവശ്യം എന്താണ്? അത് വളരെ തർക്കമായി, പ്രശ്നമായി. തൃണമൂൽ കോൺഗ്രസും മമതാ ബാനർജി അതിനെ ശക്തമായിട്ട് എതിർത്തപ്പോൾ അദ്ദേഹം എന്നിട്ടും അദ്ദേഹം അതായിട്ട് മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ മമതാ ബാനർജി അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി. നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തതാണ്? സ്വന്തം നിലക്കൊരു പാർട്ടി ഉണ്ടാക്കാൻ. ആ പാർട്ടിയുടെ പേര് അദ്ദേഹം ഉണ്ടാക്കിയ പാർട്ടി ആം ജനതാ ഉന്നയൻ എന്നാണ്. ആം ജനതാ ഉന്നയൻ എന്ന് പറഞ്ഞിട്ടൊരു പാർട്ടിയാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ആ പാർട്ടിയിൽ ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ച് അദ്ദേഹം ഒരു ബാബരി മസ്ജിദിന്റെ ശിലാസ്ഥാപനം നടത്തി. ബംഗാളിൽ ശിലാസ്ഥാപനം നടത്തിയിട്ട് ആയിരക്കണക്കിന് ആളുകളായിരുന്നു പങ്കെടുത്തത്. വന്നവർക്ക് മുഴുവനും ഭക്ഷണം കൊടുക്കുന്നു, എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു, ആളുകൾക്ക് വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. ഒരു അത്ഭുതമാണ്. കാരണം ഈ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന പിന്നെ തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവായിരുന്ന ആള് അത്ര ഫിനാൻഷ്യൽ സൗണ്ടായിട്ടുള്ള ഒരു സാമ്പത്തിക ശക്തിയുള്ള ആളൊന്നും അല്ല. പിന്നെ ഇവിടെ നിന്നാണ് അയാൾക്ക് ഇത്രയും വലിയ ഫണ്ട് കിട്ടിയതെന്നുള്ള വലിയ ഒരു ചോദ്യം ചെയ്യപ്പെട്ട കാര്യമാണ് അന്ന് തന്നെ. എന്നിട്ട് അദ്ദേഹം ചെയ്തെന്ന് പറയും, ഈ ആം ജനതാ ഉന്നയൻ എന്ന് പറഞ്ഞ പാർട്ടിയെ പല മുസ്ലിം ബെൽറ്റുകളിലും കാൻഡിഡേറ്റ് ആക്കിയിട്ട് അവിടെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ധാരാളം പണം കൊടുക്കുകയാണ്. മാത്രമല്ല ആ ഒവൈസിയുടെ പാർട്ടിയുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്? അവിടെ സഖ്യം ഉണ്ടാക്കുകയാണ്. അങ്ങനെ ഒവൈസിയുടെ പാർട്ടിയുമായി സഖ്യം ഉണ്ടാക്കി മുസ്ലിം ബെൽറ്റുകളിലൊക്കെ അദ്ദേഹം കാൻഡിഡേറ്റിനെ നിർത്തിയിട്ട് ലക്ഷക്കണക്കിന് ഉറപ്പ് കൊടുത്തിട്ട് പ്രചരണ ഉപാധികൾ ഇയാൾ എത്തിച്ചു കൊടുക്കുകയാണ്. അപ്പം ഇതിനൊന്നും ഉള്ളൊരു സാമ്പത്തിക സൗകര്യമുള്ള ആളല്ല ആര്? ഈ ഹുമയൂൺ കബീർ എന്ന് പറയുന്ന പഴയ ഈ തൃണമൂൽ കോൺഗ്രസ് നേതാവ്. അപ്പം എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം എന്നറിയാൻ വേണ്ടി മമതാ ബാനർജി ടീമിനെ വെച്ചിട്ട് ഇയാളെ ഹിഡൻ ക്യാമറയിലൂടെ ഇയാളെ കൃത്യമായിട്ട് വാച്ച് ചെയ്തു. അങ്ങനെ ഒരു ഹിഡൻ ക്യാമറ മുമ്പിൽ ഇയാൾ കുടുങ്ങിയപ്പോൾ ഇയാൾ വെട്ടിക്കുന്ന ഒരു വാർത്ത പറയാണ്. ആ ക്യാമറയിൽ സംസാരിക്കുന്ന ഇയാളുടെ ഏറ്റവും അടുത്തൊരാളോട് വളരെ കോൺഫിഡൻഷ്യലായിട്ട് അയാൾ പറയാണ്, അവിടെ ഒരു സീക്രട്ട് ക്യാമറ ഉണ്ടെന്ന് അറിയാതെ അയാൾ സംസാരിച്ച കാര്യം, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ പ്രൊജക്റ്റിന് 1000 കോടിയാണ് എക്സ്പെൻസ് എന്നും അത് 200 കോടി എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നും എൻ്റെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയുന്ന ആളുകൾ ആരൊക്കെയാണെന്നറിയോ? മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി, അതേപോലെ അസമിന്റെ മുഖ്യമന്ത്രി, ഇവർക്ക് രണ്ടുപേർക്കും ഇതിനെക്കുറിച്ച് അറിയാം. ബംഗാളിന്റെ പ്രതിപക്ഷ നേതാവിന് ഇതിനെക്കുറിച്ച് അറിയാം. പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ ഒരാൾക്കും ഇതിനെക്കുറിച്ച് അറിയാമെന്ന് മമതാ ബാനർജിയോട് പറഞ്ഞതല്ല. ഈ ഹിഡൻ ക്യാമറയിൽ ഇദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട ഒരാളോട് ഇതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്താണ് ഇതിന്റെ ഉദ്ദേശം? അവിടെ ബാബരി മസ്ജിദ് ഉണ്ടാക്കുന്നു എന്നൊക്കെ പറയുന്നത് മുസ്ലിം പോളറൈസേഷൻ ഉണ്ടാക്കുക, മുസ്ലിങ്ങളെ ഭയങ്കരമായിട്ട് ഒരുമിപ്പിക്കുക, എന്നിട്ട് ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ സംരക്ഷകനാണ് ഇയാളെന്ന് വരുത്തി തീർത്ത് മുസ്ലിങ്ങളെ മൊത്തം ആ ഭാഗത്തേക്ക് തള്ളിവിട്ടാൽ ഇപ്പുറത്ത് തൃണമൂൽ കോൺഗ്രസിന് കിട്ടാവുന്ന മുസ്ലിം മൈനോറിറ്റിയുടെ സപ്പോർട്ട് കുറയുകയും ആ സപ്പോർട്ടിനെ തകർക്കാൻ വേണ്ടി ആ സപ്പോർട്ട് കുറഞ്ഞിട്ട് തൃണമൂൽ കോൺഗ്രസിനെ തോൽപ്പിക്കുക, എന്ത് സാമ്പത്തിക നഷ്ടം വന്നാലും ബംഗാളിലെ ഭരണം പിടിക്കുക, ഇത് മാത്രമാണ് അജണ്ട. അതിനുവേണ്ടിയാണ് ഇവിടെയും ചെയ്തത് കുറച്ച് കാര്യങ്ങൾ. കേരളത്തിലും ലക്ഷക്കണക്കിന് അല്ല കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇവിടെയും BJP വലിയ ഒരു തന്ത്രം പറ്റിയത്. ആദ്യം ക്രിസ്ത്യൻ സമൂഹത്തെ കൂടെ നിർത്താൻ നോക്കി. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും RSSന്റെ തനിനിറം പലപ്പോഴായിട്ട് പുറത്തു വന്നുകൊണ്ടും ഇവിടെയുള്ള ക്രിസ്ത്യാനികൾക്കും ഇവിടെയുള്ള പൊതുജനങ്ങൾക്കും കുറച്ച് വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ടും അവരതിനെ കൂടെ നിന്നില്ല. കാരണം ഈ ബംഗാളിന്റെ ഒരു പ്രശ്നം എന്താ നമുക്കറിയാലോ, ധാരാളം ബംഗാളികൾ നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്നവരാണ്. പേര് ചോദിച്ചാൽ കലീമുദ്ദീൻ, അതേപോലെ യാസീൻ, മുബീൻ, ഇങ്ങനത്തെ പേരുകളൊക്കെ ബംഗാളികൾക്ക് ഉണ്ടാവും. ജീവിതത്തിൽ ഇന്നലെ പള്ളിയിൽ പോയിട്ടോ അറബി അക്ഷരം വായിക്കാനോ എഴുതാനോ ഇസ്ലാമിനെ കുറിച്ചോ മതത്തെക്കുറിച്ചോ സമുദായത്തെക്കുറിച്ചോ ചുക്കും അറിയാത്തവരാണ് 90% നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ബംഗാളികൾ. അവർ ഒരു തരം വികാരത്തിന്റെ പുറത്ത് ജീവിക്കുന്നവരാണ്. അത്തരം ആളുകളെ എത്രയും പെട്ടെന്ന് വൈകാരികമായി സംഘടിപ്പിക്കുക എളുപ്പമാണ്. കാരണം അവർക്ക് പുനർവിചിന്തനത്തിനോ വീണ്ടും വിചാരത്തിനോ ഉള്ള ഒരു ബുദ്ധിയൊന്നും ഉണ്ടാവില്ല. അത്തരം ആളുകളെയാണ് ഇവർ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇവിടെയും അത് നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് മുമ്പ് ഇതൊക്കെ ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്നത് ആരാണ്? ഇത് കൃത്യമായിട്ട് ഇസ്രായേലിന്റെ മൊസാദ് എന്ന് പറയുന്ന ചാരസംഘടനയുടെ തലപ്പത്തുള്ള ആളുകളാണ്. എക്കാലത്തും ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ സംഘടനയുടെയും ഇവിടെ ഗവൺമെന്റ് ഒക്കെ അഡ്വൈസർ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ISIS എന്ന് പറയുന്ന ഒരു സംഘടന ലോകത്തുണ്ടാക്കി കുറെ ആളുകൾ തലയറക്കുന്ന വീഡിയോ ഒക്കെ പ്രസിദ്ധീകരിച്ച് അവർ രാജ്യത്തെ മുസ്ലിം ഇസ്ലാമിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സംഘടന
മൊസാദിന്റെ സൃഷ്ടിയായിരുന്നു എന്ന് പിന്നീട് ലോകം തെളിഞ്ഞു. ഇപ്പൊ കണ്ടില്ലേ, ഈ അവിടെ ഭയങ്കര യുദ്ധം നടക്കില്ലേ, ഫലസ്തീനിലായാലും അപ്പുറത്ത് ഇറാഖിലായാലും ലെബനനിലായാലും, അവിടെ എവിടെയെങ്കിലും നമ്മൾ ആരെങ്കിലും ISIനെ കണ്ടിട്ടുണ്ടോ? ഇസ്രായേലിനെ ആക്രമിക്കുന്ന കൂട്ടത്തിൽ ഇസ്രായേലിലേക്ക് ബോംബിട്ടയിൽ ഏതെങ്കിലും ISI നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം എന്താ, ഈ ISI എന്ന് പറയുന്നത് മൊസാദിന്റെ സൃഷ്ടിയാണ്. അതൊരു എന്താ പറയുക, ഇസ്ലാമോഫോബിയ ലോകത്ത് വളർത്താൻ വേണ്ടി ഇവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ്. ഇതേ തന്ത്രം തന്നെയാണ് ഇവിടെയും പയറ്റിക്കൊണ്ടിരിക്കുന്നത്. വലിയ സമുദായ നേതാക്കളെ വിലക്കെടുക്കുക, അതുപോലെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളെ വിലക്കെടുക്കുക, അവരിലൂടെ വർഗീയത പ്രചരിപ്പിക്കുക. കാരണം ഒരു വർഗീയത നന്നായി, മുസ്ലിം വർഗീയത വളരുന്നു എന്ന ധ്വനി ഉണ്ടാക്കിയാൽ മാത്രമാണ് RSSനും BJPക്കോടെ വളരാനുള്ള ഒരു സ്പേസ് ഉള്ളൂ എന്ന് തിരിച്ചറിയാൻ. അപ്പം മുസ്ലിം വർഗീയപരമായി പ്രചരിപ്പിക്കുന്ന ആളുകളെ, വർഗീയപരമായും വികാരപരമായും പ്രകടനങ്ങൾ നടത്തുന്ന ഗ്രൂപ്പുകളെ ഫിനാൻഷ്യലി പൊളിറ്റിക്കലി സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് RSSന്റെ ഒരു അജണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് എനിക്ക് പറയേണ്ടത് ഒരു രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പല തരത്തിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകൾ വരും, മുസ്ലിം സമുദായത്തെ പ്രകോപിപ്പിക്കുന്ന, മൈനോറിറ്റിയെ പ്രകോപിപ്പിക്കുന്ന, മുസ്ലിം ഹിന്ദു സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള, അവിടുത്തെ മതപരമായ ഒരു ഹാർമോണി ഉണ്ട്, അത് തകർക്കുന്ന രീതിയിലുള്ള പല പോസ്റ്റുകളും ഫേസ്ബുക്കിൽ വരും. അവരൊക്കെ പോയിട്ട് വൈകാരികമായി കമന്റ് ചെയ്തിട്ട് അപകടത്തിൽപ്പെടരുത്. ഇതൊക്കെ ഒരു തരം കൃത്യമായ ഒരു ചാരപ്രവർത്തനം പോലുള്ള പരിപാടിയാണ് നമ്മൾ മനസ്സിലാക്കണം. ഇവർക്ക് ഈ രാജ്യം തകർന്നാലും കുഴപ്പമില്ല, അവിടുത്തെ രാജ്യത്തിന്റെ മതേതരം തകർന്നാലും കുഴപ്പമില്ല, എങ്ങനെ ഭരണം കിട്ടിയാൽ മതി, അത് മാത്രം മതി എന്നുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അപ്പോൾ നമ്മുടെ ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ ജാഗ്രത ഉണ്ടാവുന്നത്. നമ്മുടെ നാടിന്റെ മതേതരത്വവും നമ്മുടെ നാടിന്റെ മാനവിക സഹിഷ്ണുതയും തകരുന്ന രീതിയിലുള്ള ഒരു വാക്കുകളോ പ്രവൃത്തിയോ ഒരു വീഡിയോ പോലും നിങ്ങൾ ഒരിക്കലും ഫേസ്ബുക്കിൽ ഒരു കമന്റായി പോലും ഇടരുത് എന്ന വിനീതമായ അഭ്യർത്ഥന നടത്താനാണ് ഞാൻ ഈ വീഡിയോ. അത്ര അപകടകരമായിട്ടുള്ളൊരു രാഷ്ട്രീയമാണ് RSS മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. എന്ത് ചെയ്തും അവർ ഈ രാജ്യത്തിന്റെ ഭരണം നിലനിർത്താൻ വേണ്ടി എന്ത് സാഹസത്തിനും മുതലും നമ്മൾ അതിൽ പോയി തലവെച്ച് കൊടുക്കരുത് എന്ന വിനീതമായ അഭ്യർത്ഥന ഒരിക്കൽ കൂടി നടത്താണ്. പരമാവധി നമ്മുടെ ആളുകളിലേക്ക്, നമ്മുടെ സുഹൃത്തുക്കളിലേക്ക്, നമ്മുടെ നല്ല മതേതര വിശ്വാസികളിലേക്ക് ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള വിനീതമായ അഭ്യർത്ഥന കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ നടത്തുകയാണ്. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. എല്ലാരും കേട്ടല്ലോ സംഘപരിവാറിന്റെ നാരിത്തരം. ആ നാരിത്തരത്തിന് കൂട്ടുന്ന ടീമിനും നിങ്ങൾക്കൊക്കെ മനസ്സിലായല്ലോ. ഇതേ ഒരു കലാപരിപാടിയായിരുന്നു ഗുരുവായൂരിന്റെ പേരിൽ സംഘപരിവാറുണ്ടല്ല കേരളത്തിൽ ഒട്ടകം ഗോപാലിനെ വെച്ചിട്ട് കേരളത്തിലും നടത്താൻ നോക്കിയത്. പക്ഷെ ആ നാറിയ കളിയുണ്ടല്ല പാളിപ്പോയി. അതിന്റെ കാരണം ഇത് കേരളമായത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ബംഗാൾ പോലൊരു സംസ്ഥാനത്തുണ്ടല്ല സംഘപരിവാറിന്റെ ഈ നാറിയ കളിയുണ്ടല്ല, ഈ നാറിയ കളി എളുപ്പത്തിൽ നടക്കും. കാരണം വിദ്യാഭ്യാസവും ഇവരും ലെവലേശം തൊട്ട് തീടാത്ത ഒരുപാട് പേരാണ് ബംഗാളിലുള്ളത്. എന്നിട്ട് മമതാ ബാനർജിയുടെ ഒറ്റ കഴിവ് കൊണ്ട് മാത്രമാണ് സംഘപരിവാറിന് ഈ നാറിയ തട്ടിപ്പുണ്ടല്ല, ആ തട്ടിപ്പ് വെളിയിൽ വന്നത്. ഈ തട്ടിപ്പ് വെളിയിൽ വന്നതിന് ശേഷമുണ്ടല്ല സംഘപരിവാർ പുതിയൊരു ടെക്നിക്ക് തുടങ്ങിയിട്ടുണ്ട്. അവിടെയുണ്ടല്ല എങ്ങനെയെങ്കിലും ഒരു വർഗീയ കലാപം നടത്താനാണ് സംഘപരിവാർ നോക്കുന്നത്. അതിന്റെ ഭാഗമായി ബംഗാളിലെ പല സ്ഥലങ്ങളിലും ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് പല തരത്തിലുള്ള ചെറിയ തരത്തിലുള്ള വർഗീയ സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചോ, ബംഗാൾ എങ്ങാനും സംഘപരിവാറിന്റെ കൈകളിലായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വർഗീയ സംഘർഷങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഉണ്ടല്ല, അത് UPയും ബീഹാറും ഒന്നല്ല, പിന്നെ അത് ബംഗാളായിരിക്കും. ബംഗാളിലായിരിക്കും ഏറ്റവും കൂടുതൽ വർഗീയ സംഘർഷങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്തായാലും സംഘപരിവാറിന് ഇത്തരം നാരിത്തരങ്ങളും ഇത്തരം കുത്തിത്തിരിപ്പുകളും ഉണ്ടല്ല നമ്മളെ കേരളത്തിലും ഇലക്ഷൻ നടക്കാൻ പോകുമ്പോൾ നമ്മളെ കേരളത്തിലും ഇനിയും നമ്മൾ പ്രതീക്ഷിക്കണം. എന്തായാലും സംഘപരിവാർ ബംഗാളിൽ നടത്താൻ ഉദ്ദേശിച്ച ആ നാറിയ കളി കൃത്യമായി വളരെ ലളിതമായി എല്ലാവരും എത്തിച്ച അഷ്റഫ് കാക്ക് എന്റെ ഒരുപാട് നന്ദി. അപ്പൊ അഷ്റഫ് കാക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.